രണ്ടുണ്ണിയോ? ആരടാ അത്? ഞാനാടാ. അളിയോ വാ 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 വാ. ഏത് വകുപ്പിലാടാ ചെറ്റ ഞാൻ നിന്നെ കളിയാവുന്നത്? എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മോളിലടാ കനകറാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എന്നൊക്കെ കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞിരാമോ. രാജേന്ദ്ര താൻ പോയ വെറുതെ വഴക്കുണ്ടാക്കാതെ. എടാ കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമൊന്നും നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തിന് മുമ്പിൽ പൊക്കില്ലത്. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ. ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സാർ. അവളോടെ ജാനകി. മോനെ രാജവേന്ദ്ര, മുണ്ടയ്ക്കൽ തറവാട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഒരു ബോള് പോലെ അടിച്ചു പൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരുടെ സ്റ്റംസിന്റെ ഇടയിൽ തപ്പരുത്. അതൊരു 3rd റേറ്റ് ലൈൻ അല്ലേടാ. നിന്റെ മറ്റടുത്ത ഡയലോഗ് വേണ്ട. വേണ്ട, മറ്റേതിന്റെ അടുത്ത പേജിലെ ഡയലോഗ് തരാം. നിന്റെ മച്ചുനച്ചി കുളിച്ചുണ്ട് താമസിക്കുകയാണ് പൊള്ളാച്ചി പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറുടെ വീട്ടിൽ. നീ ഒന്ന് കൂട്ടിക്കൊണ്ടുപോരെ. അവിടുത്തെ കാട്ടുമാക്കാൻ പിള്ളാര് നിന്റെ ഉണ്ടംപൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും. നീ ട്രൈ ചെയ്. മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച്. നിന്നെ ഞാൻ കൊല്ലും. ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ 1/3 മതി എനിക്ക് ട്രിഗർ ചെയ്യാൻ. യു വാണ്ട ട്രൈ? How is that? ആരാത്? ഞാനാണോ? ഉണ്ടക്കല്ലേ കുട്ടിയാ? ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട്. നീലകണ്ട. ഓ നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വിട്. ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുളിച്ചാ തന്റെ നിപ്പ്. കാലം കുറയായി മുണ്ടയ്ക്കാർക്ക് സൗര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാനിന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്നവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല, ഇനി വാല് നോക്കിയാൽ അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിനിയുണ്ടാ നാക്കില്? അടുത്ത കാലിന് ചോര വരും. നെഞ്ചും കൂട് പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റ് പോ. ചെറിയ പ്രായ തെരുവ് നായെ പോലെ വഴിയിൽ ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് വലിയ കുറവാകും കുട്ടിയെ. പോ, നീറ്റ് പോടാ. മല്ലയുദ്ധത്തിനിറങ്ങാം. തനിക്ക് പോന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും. അത് യോദ്ധാവിന്റെ പരാജയ. പോ. നേരം വൈകുന്നു, എളുപ്പം വീടെത്താൻ നോക്ക്.
മംഗലശ്ശേരി അരുത്.